ജമാഅത്തെ ഇസ്ലാമി തത്വാധിഷ്ഠിതമാണ്. കോൺഗ്രസ് നാളെ തെറ്റിയതാ, കോൺഗ്രസിനോട് ഞങ്ങൾ വിയോജിക്കും. ബുൾഡോസർ രാജു വന്നപ്പോൾ പ്രസ്ഥാനം ഇറക്കിയ ആളാണ് ഞാൻ. എവിടെ? കർണാടകയിൽ. RSSന് ഒരുപാട് ക്രിമിനൽ കേസുണ്ട്. അങ്ങനത്തെ ഒരു കേസ് കാണിച്ചു തരാൻ പറ്റുമോ? RSSൻ്റെ ആളുകൾ വംശീയ പ്രഭാഷണം നടത്തുന്നുണ്ട്. അത്തരം ഒരു പ്രഭാഷണം കാണിച്ചു തരാൻ പറ്റുമോ? RSSൻ്റെ ഭാഗത്ത് നിന്ന് വംശഹത്യയുടെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. അത്തരം ഒരു ഉദാഹരണം കാണിച്ചു തരാൻ പറ്റുമോ? RSSൻ്റെ നേതൃത്വത്തിൽ മൊബിലിഞ്ചിങ് നടക്കുന്നുണ്ട്. അത്തരം ഒരു മൊബിലിഞ്ചിങ് പങ്കാളിയായി കാണിച്ചു തരാൻ പറ്റുമോ? RSS ഒരുപാട് കലാപത്തിൽ പങ്കാളിയായതായിട്ട് അന്വേഷണ കമ്മീഷൻ കണ്ടെത്തിയിട്ടുണ്ട്. അത്തരം ഒരു അന്വേഷണ കമ്മീഷനിൽ എവിടെയെങ്കിലും ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു പ്രവർത്തകൻ്റെ ഒരു പരാമർശമെങ്കിലും കാണാൻ പറ്റും? അത്യന്തം അപകടകരമായ സ്റ്റേറ്റ്മെൻറ്റാണ്. ഒരു ഭാഗത്ത് വെള്ളാപ്പള്ളിയെ പുറത്ത് നിർത്തിയിട്ടും അകത്ത് AK ബാലനെ അകത്ത് നിർത്തിയിട്ടും വർഗീയ വിഷം ചീറ്റുന്ന ഇത്തരം സ്റ്റേറ്റ്മെൻറ്റുകൾ വരുന്നത് പ്രബുദ്ധ കേരളം വളരെ വകതിരിവോടുകൂടി വിവേകത്തോടുകൂടി തിരിച്ചറിയും എന്ന് മനസ്സിലാക്കാൻ സാധാരണ നമ്മൾ പറയാറുണ്ടല്ലോ, വിവേകമുള്ള ആരും ആ പ്രസ്ഥാനത്തിൽ ഇനിയും ഇല്ലേ എന്ന് ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കാൻ. ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ അത് കേരളത്തിന് ദോഷമേ വരുത്തൂ. ജമാഅത്തെ ഇസ്ലാമിയെ CPM എത്ര വേണേലും വിമർശിച്ചോട്ടെ, ഒരു പ്രശ്നമല്ല. പക്ഷേ കേരളത്തിൽ വർഗീയ ധ്രുവീകരണം സൃഷ്ടിക്കുന്ന മാറാട് പോലുള്ള കേരളവും മലയാളിയും മറന്ന അപകടകരമായ ദുരന്തം എന്ന് നമ്മൾ വിലയിരുത്തിയ സംഭവത്തെ വീണ്ടും മലയാളി മനസ്സിലേക്ക് കൊണ്ടുവന്ന് കേരളത്തെ വീണ്ടും വർഗീയമായ പോർക്കളം തീർക്കുന്നിടത്ത് CPM എന്തായാലും കരുവാകരുത്, അല്ലെങ്കിൽ അത് ഉന്നയിക്കരുത് എന്നാണ് പറയാനുള്ളത്. ബാബരി മസ്ജിദിൻ്റെ ധ്വംസനത്തിന് ശേഷമുള്ള രാമക്ഷേത്രത്തിൻ്റെ നിർമ്മാണം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അവിടെ നിന്ന് മൊബിലിഞ്ചി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇന്ത്യയിൽ ഉടനീളം നടന്നുകൊണ്ടിരിക്കുന്ന കലാപങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ബുൾഡോസർ രാജ്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവും. ഇതെല്ലാം ഒരു വംശത്തെ മുൻനിർത്തി ചെയ്തുകൊണ്ടിരിക്കുന്ന പണിയല്ലേ? മുത്തലാഖ്, NRC, UCC, ബുൾഡോസർ രാജ്, മണിപ്പൂർ കലാപം, ക്രൈസ്തവ കമ്മ്യൂണിറ്റിക്ക് നേരെ, ക്രൈസ്തവ മിഷണറിമാർക്ക് നേരെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ. എനിക്ക് തോന്നുന്നത്, ഞാൻ വിശദീകരിച്ച് പ്രയാസപ്പെടേണ്ട ഒരു കാര്യം അതിനകത്തില്ല. നിങ്ങളുടെ ചോദ്യത്തെ ഞാനിവിടെ അക്കോമഡേറ്റ് ചെയ്യാണ്. അത് കേരളീയ സമൂഹത്തിന് തുറന്നു കൊടുക്കുകയാണ്. അദ്ദേഹം ഒരു ചോദ്യം ചോദിക്കുന്നു, അല്ല കേരളീയ സമൂഹത്തോട് ഞാൻ പറയാം. അദ്ദേഹം ഒരു ചോദ്യം ചോദിക്കുന്നു, നരേന്ദ്രമോദി വംശീയത പറഞ്ഞതിന് തെളിവുണ്ടോ എന്ന്. മലയാളി തരും തെളിവ്. നമുക്ക് ഇഷ്യൂസിനോടാണ് നമ്മുടെ വിയോജിപ്പ്. ജനവിരുദ്ധവും സാമൂഹ്യ വിരുദ്ധവുമായ നടപടിക്രമങ്ങൾ ആരുടെ ഭാഗത്തു നിന്നുണ്ടായാലും നമ്മളതിനോട് വിയോജിക്കും, പ്രതിരോധിക്കും, പ്രതിഷേധിക്കും. ജനാധിപത്യത്തിൻ്റെ വഴിയെ പ്രതിഷേധിക്കും. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ബാബരി മസ്ജിദിൻ്റെ ധ്വംസനം നടക്കുന്ന ഘട്ടത്തിൽ കോൺഗ്രസിനോട് ഏറ്റവും കൂടുതൽ വിയോജിച്ച പ്രസ്ഥാനവും കോൺഗ്രസിനാൽ നിരോധിക്കപ്പെട്ട പ്രസ്ഥാനം കൂടിയാണ് ജമാഅത്തെ ഇസ്ലാമി. സുപ്രീം കോടതിയാണ് അതിനെ മറികടന്ന് മുന്നോട്ട് പോകാനുള്ള അനുവാദം തന്നത്. അതുകൊണ്ട് ഇന്ന് CPMനെ എതിർക്കുന്നു, നാളെ CPM നയം തിരുത്തിയാലോ CPMനെ നമ്മൾ സ്വാഗതം ചെയ്യും. അതാണ് ഞാൻ പറഞ്ഞത്, ജമാഅത്തെ ഇസ്ലാമി തത്വാധിഷ്ഠിതമാണ്.